പ്രിയന്റെ പ്രേമത്തെ ഓർക്കുമ്പോൾ എനിക്കാനന്ദം തിങ്ങുന്നു മാനസം. എൻ പ്രിയ രക്ഷകനെ നിന്നെ കാണാൻ വാഞ്ചയാൽ കാത്തിടുന്നു. പോയിട്ടെത്ര നാളായി ആശയോടു കാത്തു ഞാൻ നിന്നിമ്പമാ. രാജ്യത്തിൽ ചേർത്തുവാനെന്നു നീ വന്നിടും. എന്നാശ തീർത്തിടും, എന്നാശ തീർത്തിടും. എൻ പ്രിയ രക്ഷകനെ നിന്നെ കാണാൻ വാഞ്ചയാൽ കാത്തിടുന്നു. തന്നോടു കൂടുന്നിച്ചിരുത്തിടുവാ. വേഗം നീ വന്നിടാമെന്നുര ചെയ്തിട്ടു താമസമെന്തവോ ആനന്ദവല്ലഭ. എൻ പ്രിയ രക്ഷകനെ നിന്നെ കാണാൻ വാഞ്ചയാൽ കാത്തിടുന്നു. ോടും ചുവപ്പും കലർന്നുള്ള ലക്ഷങ്ങളിലുത്തമൻ നീ മഹാസുന്ദരൻ ആഗ്രഹിക്കത്തക്കോൻ. നീ മതിയേ എനിക്കെന്നേക്കും നിശ്ചയം. എൻ പ്രിയ രക്ഷകനെ നിന്നെ കാണാൻ വാഞ്ചയാൽ കാത്തിടുന്നു. മധുരം തേൻ കട്ടയേക്കാളുമതി മധുരം. നീ എന്റെ രക്ഷകൻ, വീണ്ടെടുത്തോൻ എന്നെ. നീ എനിക്കുള്ളവൻ, ഞാൻ നിനക്കുള്ളവൻ. എൻ പ്രിയ രക്ഷകനെ നിന്നെ കാണാൻ വാഞ്ചയാൽ കാത്തിടുന്നു.
സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയിർത്തവൻ വാനലോക മതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിലാക്കുവാൻ. തന്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമാ. തന്റെ വേല ചെയ്തുകൊണ്ടും തന്റെ ക്രൂശു ചുമന്നിട്ടും പ്രാണപ്രിയൻ സേവയിൽ തന്നായുസെല്ലാം കഴിക്കേണം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. നിന്റെ രാജകീയ ഭരണത്തിനോടൊപ്പം ഈ ദാസിയേണമേ. എന്നതാൽ ജീവനുള്ളവരും ജയിപ്പിക്കുന്ന സ്ഥിരമായ പിതാപുത്രനും പരിശുദ്ധവുമായ ഏകദൈവമേ, നീ നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമാകുന്നു. എന്നാത്മാവേ നാഥനെ വാഴ്ത്തുക. ഹല്ലേലൂയ. മറക്കരുതവനുടെ ഉപകാരങ്ങൾ എന്നും രക്ഷിച്ചിടും പോലെ. റൂഹം കാദേശോ കരുണയും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്തതായ ദൈവത്തിനെയും എല്ലാ നേരത്തും ുള്ളവരായി തീരണമേ. ജ്ഞാനിയായ സ്വസ്ഥനും നവോദ്ധാരകനുമായ കിട്ടാതെ ഭയമാശയങ്ങൾക്ക് ആത്മീക അവസരം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. നിന്റെ ദാസിയുടെ സംസ്കാര സൂക്ഷ്മങ്ങൾ നിർവഹിക്കുന്നതായ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതി ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. മരണമില്ലാത്ത ദൈവവും മരണമുള്ളതും മഴിവുള്ളതുമായ ഞങ്ങളുടെ പ്രകൃതിയുടെ സൃഷ്ടാവും നാഥനും ജീവനുള്ളവരും മനുഷ്യരുമായ
സകലരുടെയും ആത്മാക്കളെ സ്വകരങ്ങൾ വധിച്ചിരിക്കുന്നതുമായ പുണ്യവാന്മാരുടെ പ്രത്യാശയമേ, നീ ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായത് കൊടുക്കുന്നു. അപരിമയമായ നിന്റെ പരിപാലനയിൽ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ ആത്മാവിനെ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹ സമൃദ്ധിയാലും ആർദ്രകരുടെയാണ് അവരെ യാത്ര ചെയ്യുന്ന സമാധാനത്തോടും മുഖാന്തരം ഈ ദാസിയെ നീ സ്വീകരിക്കുമാറാകണമേ. ഈ ദാസി മനസ്സോടും മനസ്സുകൂടാതെയും മറിവോടും മറിവ് കൂടാതെയും ചെയ്തിട്ടുള്ള തെറ്റുകളും പാപങ്ങളും നീ പരിഹരിക്കണമേ. എല്ലാവരും മൊഴിയാണെന്നും പാപത്തിനാണെന്നും നീ അറിയുന്നു. കുറ്റമറ്റവൻ ആരുമല്ലെന്നും ഭൂമിയിൽ പാപം കൂടാതെ ഒരു നാഴിക പോലും കഴിയുവാൻ ഞങ്ങൾക്ക് കാണിയില്ലെന്നും നീ ഓർക്കണമേ. എങ്കിലും ഞങ്ങൾ സകലപൂർണമായ ദിവസവും നിന്റെ കൃപയും മനകളും മനുഷ്യപ്രീതിയും നീ ദാസിയിൽ നീ കാണിക്കണമേ. പ്രകാശഭവനങ്ങളിൽ സ്വർഗീയ ജലസേവനത്തിൽ എഴുതപ്പെട്ട ആദിയാത്മാനസംഘങ്ങളിലും ഇവിടെ നീ ആശ്വാസമേധം വസിപ്പിക്കുമാറാകണമേ. സ്ഥാവി നീ സത്യമായ ചെയ്ത പ്രകാരം മഹാശക്തിയോടും മഹത്വത്തോടും കൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളുകയും വിശുദ്ധ മാലാഖമാർ മുഖേന നാല് ഭാഗങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർക്കുകയും സ്വയത്തെ ജീവിപ്പിക്കുന്ന ശബ്ദത്താൽ കവർന്നുള്ളവർ ഉയർത്തുനിൽക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ദാസിയെ കരുണാപൂർവ്വം നീ ഓർമ്മിച്ചു കൊള്ളണമേ. ഭയങ്കരമായ നിന്റെ സിംഹാസനത്തിങ്കൽ അവരുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ സ്വരൂപത്തിലും ആദർശത്തിൽ കൈകൊണ്ട് ഞങ്ങളെ വഴിയുണ്ടാക്കി ഞങ്ങൾ നശിച്ചു പോയപ്പോൾ നല്ല വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ നിരീക്ഷിച്ചു. അവരെ ആശ്വസിപ്പിക്കണമേ. പാപികളെ നല്ല അന്ത്യത്തിലും അവസാന നാളിനു മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും അർഹരാക്കണമേ. മനുഷ്യരെ വികാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സ്വർഗീയാഗ്നിം മൽപ്രിയരേ, ആത്മത്തെ തനുവിൽ നിന്നും നീക്കിടുവാൻ മാലാഖകളെ വീട്ടിടും സമയം ഘോരം. വാസികളെ ശരണം പ്രാപിച്ചിട്ടുടനെ ചരിതം പരിശോധിപ്പോ ദർശിക്കൂ സന്തോഷത്തോടോതിടും. തിരുമേയും ശോണിതവും നീ അവനേ ന്യായസ്ഥാനെ ഇവ രണ്ടും. അനുഗ്രഹ സമ്പൂർണനായ കർത്താവേ, എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാവമാകുന്ന ആദ്യത്തിൽ നിന്ന് എതിരയിൽ വല്ല വിലയും പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നതായി ധൂപം നീ സ്വീകരിക്കുമാറാകണമേ. കർത്താവേ, പാപങ്ങളുടെ പരിഹാരത്തിനും നിന്റെ സന്നിധിയിലുള്ള നല്ല ധൈര്യത്തിനും ഇവിടെ യോഗ്യരാക്കണമേ. തിരുലിഖിതത്തിൽ പറയുമ്പോൾ ഭൂവാനങ്ങൾ അഴിവാർ നേടും. സ്തുതിഗീതം പാടിടുവാൻ ശുദ്ധന്മാരുള്ള ബോല ബോല ബ്രോവൽ റോഹോ കാദീശോ. ലാതിരമത
ശരീരം ഭാക്ഷേ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തട്ടെ. നിങ്ങളെ മനുഷ്യമായ കർത്താവ് ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവെ ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ പ്രാർത്ഥനകൾ അങ്ങയുടെ ഉന്നത സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മരണം ഒരിക്കലും നികത്താനാവാത്ത ഒരു വിടവാണ്. നാം ഓരോരുത്തരും മനസ്സിലാക്കി ആ യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ വിശുദ്ധ നഗരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. നമ്മോട് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ ജാതികളെ പോലെ വിലപിക്കാതിരിക്കുവിൻ. മനുഷ്യരെ പറ്റി നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും മരണം നിത്യജീവനിലേക്കുള്ള ഒരു വിളിയായിട്ട് കരുതുന്നു. അങ്ങനെ നാം വിശ്വസിക്കുകയും ചെയ്യും. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തിയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ഈ ലോകത്തിൽ നിന്ന് നാം എടുക്കപ്പെടുന്ന നിമിഷം അത് ഏറ്റവും സുനിശ്ചിതമായ ഒരു ദിവസമാണ്. തിരിച്ചെടുത്താൽ തന്നെ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മരണമില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ വിശുദ്ധ മാലാഖമാരോടൊന്നിച്ച് സ്വർഗ്ഗം കൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മുടെ പ്രകാരം സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പ്രത്യാശയില്ലാത്ത വിജാതിയത വിലപിക്കുന്നത് പോലെ വിലപിക്കാതിരിക്കുവിൻ. കാരണം
ഈ ദാസി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നത് തന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചും പിതാക്കന്മാരെ സൂചിപ്പിക്കുന്ന ഇപ്രകാരമാണ്. പിതാക്കന്മാരുടെ ചിന്തയനുസരിച്ച് മനുഷ്യന് പല ഘട്ടങ്ങളിലായിട്ട് അവൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടവരാണ്. അവന്റെ നിത്യമായ ജീവിതം ദൈവസന്നിധിയിൽ മാത്രമാണ്. ഒരു മനുഷ്യൻ അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിന്നാണ് ഓരോ മനുഷ്യ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ മനുഷ്യാത്മാവും ദൈവത്തിന്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും അല്ലെങ്കിൽ ദൈവത്തിന്റെ മടിയിൽ നിന്ന് ഒരു മരണം, ഞാൻ പറയുന്നത് ഒരു ഇറങ്ങിപ്പോര് അല്ലെങ്കിൽ ഒരു പുറപ്പാട് ആയിരിക്കുകയാണ്. ദൈവത്തിന്റെ മടിയിൽ നിന്നിറങ്ങി മാതാവിന്റെ ഉദരത്തിലേക്ക് ആ ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാവ് മാതാവിന്റെ ഉദരത്തിലേക്ക് പറിച്ച് നടപ്പെടുന്ന അവസ്ഥ. നമ്മളുടെ ആദ്യത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ സ്വർഗ തുല്യമായ സ്വർഗത്തിന് സമമായ അവസ്ഥയിൽ നമ്മളായിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് കുറച്ചുകൂടി പരിമിതമായ അവസ്ഥ, അതായത് മാതാവിന്റെ ഉദരത്തിലേക്ക് ജീവൻ കടന്നു വരികയാണ്. ഇവിടെ ആകുമ്പോൾ നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, സ്വർഗീയ അനുഭവത്തിൽ നിന്ന് കുറച്ചുകൂടി പരിമിതികൾ ഉണ്ടാകുമ്പോൾ മാതാവ് അനുഭവിക്കുന്നതായ സകല മാനുഷിക പ്രയാസങ്ങളും മാതാവിന്റെ ഇവിടെ നാം ഒന്നുകൂടി മനസ്സിലാക്കണം. ദൈവം ഒരു മനുഷ്യൻ നിശ്ചയിച്ചിരിക്കുന്നതായ ആ 9 മാസക്കാലം അല്ലെങ്കിൽ 10 മാസക്കാലം മാതാവിന്റെ ഉദരത്തിൽ ജീവിക്കുമ്പോൾ അവിടെ നിന്ന് ദൈവം നിശ്ചയിക്കപ്പെട്ട ദിവസം, ദൈവം അനുവദിക്കപ്പെട്ട ദിവസം അവൻ ഭൂമിയിലേക്ക് പിറക്കുകയാണ്. ഈ ഭൂമിയെയും ഈ ഭൂമിയിലെ അവസ്ഥാന്തരങ്ങളെയും അവൻ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ ഭൂമിയുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ അവസ്ഥകളെ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ അന്തരീക്ഷവുമായിട്ട് അവൻ സ്വീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ അവിടെ നിന്ന് ചിരിക്കുകയും അവന്റെ ഈ ലോകത്തിലെ ജീവിതം ആരംഭിക്കുകയും ചെയ്യുകയാണ്. മൂന്നാമത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തിൽ യഹോവയായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം, ഈ ജീവിതത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ ലോകത്തിൽ നിന്ന് ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ ആ വ്യക്തി സന്തോഷത്തോടെ കടന്നു പോവുകയാണ്. കാരണം ദുഃഖമോ നെടുവീർപ്പുകളോ വിശപ്പോ പട്ടിണിയോ രോഗങ്ങളോ ഇല്ലാത്ത നിത്യമായ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നതിനെ ഓർത്ത് കടന്നു പോകുന്ന വ്യക്തി സന്തോഷത്തോടെ കടന്നു പോകും. എന്നാൽ യാത്രയയക്കുന്ന നമ്മളോ ദുഃഖത്തോടെയാണ് യാത്രയയക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ശാരീരികമായ വേർപാട് മാനസികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിലും ആത്മീകമായ ദൈവസന്നിധിയിലേക്ക് ഈ ദാസി എടുക്കപ്പെട്ടു എന്നതിനെ ഓർത്ത് നാം ആത്മീകമായിട്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. നമുക്കറിയാം, ഈ ലോകത്തിൽ നമുക്ക് അനേക സുഹൃത്തുക്കളും ഈ ലോകത്ത് അനേകം ബന്ധുമിത്രാദികളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. കൂടെ കൊണ്ടുപോകുന്ന നമ്മളെ അനുധാവനം ചെയ്യുന്ന സുഹൃത്തുക്കൾ വളരെ ചുരുക്കമാണ്. ഇന്ന് ഈ ശവസംസ്കാര ശുശ്രൂഷ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഒരു കൂട്ടം സുഹൃത്തുക്കളെ പറ്റി ചിന്തിക്കുമ്പോൾ അവര് ഈ ഭവനത്തിൽ വന്ന് അന്ത്യോപചാരം അർപ്പിച്ച് അവർ കടന്നു പോകും. ഒരിക്കലും ഈ ദാസിയോടൊത്ത് കടന്നു പോകുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഒരു കൂട്ടം സുഹൃത്തുക്കള് അവരത് ഈ ഭവനം വിട്ട് ദേവാലയ കൂട്ടായ്മ വരെ കടന്നു വരും. എന്നാൽ അതിനപ്പുറത്തോട്ട് ഈ മകളോടൊത്ത് കടന്നു പോകുവാൻ അവർക്ക് സാധിക്കത്തില്ല. മൂന്നാമതൊരു കൂട്ടര് ദേവാലയ കൂട്ടായ്മയും ബന്ധുമിത്രാദികളും കുഴിമാടം വരെ ഈ ദാസിയെ അനുധാവനം ചെയ്യും. അതിനപ്പുറത്തോട്ട് അവർക്കും കടന്നു പോകാനൊക്കെയില്ല. അതുകൊണ്ട് ജീവനുള്ള എല്ലാ മനുഷ്യരും, ജീവനുള്ളവര് ഈ 3 കൂട്ടം സുഹൃത്തുക്കളായിട്ട് മാറി കുഴിമാടം വരെ അവരെ അനുധാവനം ചെയ്യുകയാണ്. നാലാമത്തെ കൂട്ടം സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നതായ മനോഹരമായ ഒരു ശവമഞ്ചമുണ്ട്, ഒരു പെട്ടിയുണ്ട്, നമ്മൾ കൊടുക്കുന്നതായ പുഷ്പങ്ങളുണ്ട്. സ്വർഗസിംഹാസനത്തിന്റെ അടുത്ത് വരെയും എത്തിക്കുവാൻ തക്കവണ്ണം നമ്മളെ വഴിനടത്തും, നമ്മളെ അനുധാവനം ചെയ്യും.
അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ നാം ആയിരിക്കുമ്പോൾ ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വർഗീയ സിംഹാസനത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്നോടൊപ്പം അനുധാവനം ചെയ്യുവാൻ എൻ്റെ 5ാമത്തെ കൂട്ട സുഹൃത്തുക്കൾ, അതായത് എൻ്റെ ജീവിതകാലത്ത്, ഈ ഐഹിക ജീവിതകാലത്ത് ഞാൻ ചെയ്തിട്ടുള്ളതായ നന്മ പ്രവർത്തികൾ, ഞാൻ ചെയ്തിട്ടുള്ളതായ സുഹൃത്ത് പ്രവർത്തികൾ, അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നെ സ്വർഗീയ സിംഹാസനം വരെയും, അതായത് സ്വർഗീയ പിതാവിൻ്റെ സിംഹാസനം വരെയും അനുധാവനം ചെയ്യുവാൻ അതൊപ്പം ഉണ്ടാകും. അത് നാം ഐഹിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നന്മ പ്രവർത്തികൾ ചെയ്ത് ജീവിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ നമ്മളെ അനുധാവനം ചെയ്യുവാൻ, സ്വർഗീയ മാലാഖമാരോടൊത്ത് സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഭവനത്തിലായിരിക്കുന്ന ബന്ധുമിത്രാദികള്, മക്കള്, ഇവരോടൊക്കെ സഭയുടെ ഉപദേശമായിട്ട് നമുക്ക് തരാനുള്ള ഇതാണ്, നിങ്ങൾ ഈ മാതാവിന് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. കാരണം വാങ്ങിപ്പോയവർക്കായി ധൂപമണിക്കുക എന്നുള്ളത് പാരമ്പര്യമല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കലും മറന്നു പോകാതെ, ഒരിക്കലും വിസ്മൃതിയിലേക്ക് തള്ളിക്കളയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെയും ഓർത്തിരിക്കുവാൻ നല്ല നിമിഷങ്ങളെ സമ്മാനിച്ചിട്ടാണ് കേരളമാമ നമ്മളിൽ കടന്നു പോയിരിക്കുക. ഈ മകൾ നമ്മോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതോടൊപ്പം ജീവിതത്തിൽ മുഴുവൻ സമയവും മരിക്കാതെ ജീവിക്കുന്ന ഓർമ്മയായിട്ട് ഈ അമ്മ നമ്മോടൊപ്പം എന്നും ഉണ്ടാകും എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധ ആശ്വാസ വാക്കുകളും നൽകിക്കൊണ്ടെത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശുദ്ധ തിരുനാമത്തിൽ. കർത്താവിനെ ഇഷ്ടമല്ലാത്തത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ക്ഷമിക്കുകയും ഉറപ്പിക്കുകയാണ്. ഈ ദാസിയുടെ വഴിയാത്രയിൽ അവിടുത്തെ സാധ്യത ഉണ്ടാകണം. ഈ ദാസി സ്വീകരിച്ചിട്ടുള്ള അവിടുത്തെ വിശുദ്ധ കുർബാനയുടെ ശക്തി ഇവരുടെ ജീവിതത്തിന്, കർത്താവെ ആത്മാവിലുള്ള ജീവിതത്തിന് കൂടുതൽ ഏറ്റവും സഹായകമാണ്. കർത്താവാദിയായി മക്കളെയും ജന്മത്താതിലെയുള്ള കടകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്വാസത്തിന്റെ വാക്കുകൾക്ക് പരിമിതി ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്പർശനത്താൽ കർത്താവെ മക്കളെ ഒന്ന് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കണമേ. രോഗശൈലിയിലായിരുന്ന സമയത്ത് എല്ലാവരെയും അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം ഞങ്ങളും ഇതുപോലെ കടന്നു വരുന്നവരാണല്ലോ. കർത്താവാദിയമേ, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ജീവിതം ഞങ്ങളോട് സഹായിക്കണമേ. ഈ ദാസികളെ എല്ലാവിധമായ നല്ല ശുശ്രൂഷകളും അവിടുത്തെ പ്രത്യേക സാന്നിധ്യമാണ്. കർത്താവാദിയമേ, സംസ്കാര ശുശ്രൂഷയെ സംബന്ധിക്കുന്നവരെല്ലാം ഞങ്ങളുടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൂടുതൽ ആരോഗ്യവും മനസ്സംബലവും എല്ലാവർക്കും കൊടുക്കണമെന്നത് വേദനകൾ ഉണ്ടാകുമ്പോൾ അതിനെ ക്ഷമയോടെ ഏറ്റെടുക്കാൻ കഴിയുന്ന നൽകുമെന്ന് പ്രാർത്ഥിക്കുമാറാകണമേ. ഞാൻ പ്രഭാതത്തിന്റെ വിശ്വാസത്തിന്റെയും യാക്കോബിന്റെ ദൈവമാണ് എന്ന് അവിടെ നിലനിർത്തായി മോശം അറിയി ചെയ്തുകൊണ്ട് മരിച്ചുള്ള ജീവിതത്തെ കുറിച്ച് ഈ രാഷ്ട്രീയാത്മാവിനെ അങ്ങയുടെ തെറ്ററിന് വേണ്ടി അവിടെ സ്വീകരിച്ച് നൽകണമെന്നാണ്. നിലനിൽപ്പെട്ടുള്ളതായ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വേണ്ടി ഉചിതമായ ക്രിസ്തുവിന്റെ ശാരീരത്തിന് പ്രത്യേകം സമർപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രത്തിനുമേൽ ഭൂമിയെ വിളിച്ചു, അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കുവാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഇസ്രായേലിനെ മോചിപ്പിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുത്തിന്റെ കരുത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് ഇസ്രായേലിനെ നടത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ താഴ്ത്തി. രാജാവായ യോഹനെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ നാൾ അവകാശമായി നൽകി. അവിടുന്ന് തന്നെ ദാസനായ ഇസ്രായേലിന് അത് അവകാശമായിട്ട് ആഹാരം കൊടുക്കുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുകയും അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദൈവമേ, യോഗ്യമാകുന്നു. ബാരക്കുമോ. Maya
Amen.
സദാ സന്നദ്ധയായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ